അതെ, നമ്മൾ ഈ വഴുതനയ്ക്ക് പല രുചിയിലും കഴിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. എന്നാലേ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ഒരു വട്ടം ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങളിതിൻ്റെ ഫാനാവും. അത്ര ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതും കൂട്ടിയിട്ട് അങ്ങ് കുഴച്ചൊന്ന് തിന്ന് നോക്കേണ്ടി എന്താണെന്നല്ലേ. അപ്പോൾ നമുക്കേ എങ്ങനെയാണ് ഈ വഴുതന വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. ആദ്യം നമുക്ക് വഴുതന ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേണ്ട, കാരണം മുളക് ഇനിയും വരാനുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വട്ടത്തിലരിഞ്ഞ വഴുതന ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വഴുതന എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഈ മസാല നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. അതിന് മുൻപായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാനിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 10 വറ്റൽമുളകും ഒരു 5 കാന്താരിമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളകാണ് ഉള്ളതെങ്കിൽ ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് പാനിൽ നിന്നങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളെ ഈ എണ്ണയിലാണ് നമ്മുടെ വഴുതന ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് 2 ഭാഗം മുരിഞ്ഞ് വരുന്ന രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ മുരിഞ്ഞിങ്ങനെ ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ അങ്ങ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. 2 ഭാഗം നല്ല പോലെ ആയി വന്നാലേ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. 1 2 തണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോഴേ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ നേരത്തെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് അതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളത് വഴറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകും ആ പച്ചമുളകും ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത ഈ ഒരു ഉള്ളിയുടെ കൂട്ടും കൂടെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാനത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് കൈ വെച്ചിട്ട് തിരുമ്മി അങ്ങ് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴുതനയൊക്കെ ഉടഞ്ഞു വരണം. ആ പരുവത്തിൽ നമ്മളിതങ്ങ് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോഴേ എങ്ങനെയുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ഒരൊറ്റ ഐറ്റം മതിയാവും, വേറൊന്നും വേണമെന്നില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. ഇതുവരെ നിങ്ങൾ വഴുതന വെച്ചിട്ട് ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴേ തയ്യാറാക്കുന്നവരെ അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.